ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? അപ്പം നമ്മളെ ഖത്തറിലും നാസ്കോ വന്നു. അങ്ങനെ ഇന്ന് ഓപ്പണിംഗ് ആയിരുന്നു. ഇന്നലെ ഓപ്പണിംഗ് ആയിരുന്നു. 19-ാം തീയതി 4 മണിക്കാണ് ഓപ്പണിങ്. ഞങ്ങൾ പോയത് ഒരു 6 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അവിടേക്കുള്ള വണ്ടിയാണ് കേട്ടോ ഇത്. നാസ്കോ ഹൈപ്പർ മാർക്കറ്റിലേക്കുള്ള വണ്ടികളാണ്. ഫുള്ള് വണ്ടിയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തും നല്ല ആളുണ്ടായിരുന്നു. രാത്രിയാണ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് ഓപ്പൺ ആക്കുമ്പോൾ ആൾ കുറവാന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ആൾ കുറവാണെന്ന്. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ നന്നായിട്ട് ആളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 7 മണി കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ വണ്ടി ഇവരെ പാർക്കിംഗ് ആണ് കേട്ടോ. ഹസ്ബൻഡ് പാർക്കിംഗ് ആണ്. പാർക്കിംഗ് എല്ലാം പിന്നെ ഒരുപാട് പാർക്കിംഗ് ഉണ്ടായി കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ നടന്ന് പോയിക്കൊണ്ടിരിക്കണ്ട. നല്ല നല്ല ആളുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഓഫർ എന്ന് പറയാൻ മാത്രം വലിയ ഓഫറൊന്നും പോലും ഇട്ടിട്ടില്ല. ഓപ്പണിങ്ങിന് ചിക്കൻ ഓഫർ ഇട്ടീന്, തക്കാളിക്ക് മെയിൻ ഓഫർ ഇട്ടീന്, വേറെ ഇപ്പോൾ എന്താ മുട്ടക്ക് ഓഫർ ഇട്ടീന്. എല്ലാം കണക്ക് തന്നെയാണ് കേട്ടോ. ഓഫറും കാര്യങ്ങളൊന്നുമില്ല. ഉള്ള കാര്യം പറയാമല്ലോ, ഓഫറെല്ലാം കുറവ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതാ നടന്ന് പോവുകയാണ് കേട്ടോ. നടന്ന് പോകുമ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു. അവർ ഈ ഏരിയയിലാണ് താമസം. അപ്പോൾ അവർ പറഞ്ഞു, എന്നെ മെസ്സേജ് ഇട്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഷായി ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവരും പരിചയപ്പെട്ടു. അൽഹംദുലില്ലാ അവരെ കാണാനും പറ്റി. അവരോടും സംസാരിച്ചു ഞങ്ങൾ കുറച്ച് സമയം. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ടോ. നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എന്ത് നാസ്കോ എന്നല്ല, എന്ത് ഉദ്ഘാടനത്തിനും ആളുണ്ടാവും കേട്ടോ. ആളില്ലാതിരിക്കൂല, നല്ല ആളുണ്ടാവും. ഓരോ ആൾക്കാർ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി വരുന്നു. അധികം എല്ലാവരും എടുത്തിട്ടുള്ളത് ചിക്കനും മുട്ടയും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഓഫറായിട്ടൊന്നുമില്ല. ഓഫറായിട്ട് നമുക്ക് ഒന്നും തോന്നിയിട്ടില്ല. എല്ലായിടത്തുള്ള വില തന്നെയാണ് ഇവരും കൊടുത്തിട്ടുള്ളത്. പച്ചക്കറിക്കായാലും എല്ലാത്തിനായാലും നല്ല വില തന്നെയാണ് കേട്ടോ. ചെറിയ സാധനങ്ങൾ അങ്ങനെ കുറേ ബ്ലാങ്കറ്റ് അങ്ങനത്തേനെല്ലാം ഓഫർ ഇട്ടീന്. ഓഫറല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പം ഇതാണ് നമ്മൾ പോകുന്ന നാസ്കോ. അപ്പം അങ്ങനെ നമ്മളെ ഖത്തറിലും നാസ്കോ വന്നു. ഇനിയിപ്പോൾ ആർക്കും ഇവിടെ ഇല്ലല്ലോ എന്ന് പറയണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കിടന്നപ്പോൾ നമ്മളെ ഫ്രണ്ടിനെ കണ്ടു. ഫ്രണ്ടിനോട് കുറച്ച് സംസാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറിയത് കേട്ടോ. കുറേ ആൾ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നുണ്ട്. കുറേ ആൾ പോകും, വന്ന് അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് പിന്നെ പോകുന്ന പോലുണ്ട്, ഒന്നും വാങ്ങാതെ പോകുന്ന പോലുണ്ട്, വെറുതെ കാണാൻ വരുന്ന പോലുണ്ട്, സാധനങ്ങൾ വാങ്ങാനായിട്ട്. ഇതാണ് നമ്മുടെ നാസ്കോൻ്റെ ഇത് ബേക്ക് സൈഡാണ് കേട്ടോ, ഫ്രണ്ടല്ല കേട്ടോ. ഫ്രണ്ടിലൊന്നും ആരും വരുന്നത്, എല്ലാവരും പാർക്കിംഗ് ഇട്ടിട്ട് ബേക്ക് സൈഡിൽ കൂടെ തന്നെയാണ് കയറുന്നത്. നാസ്കോൻ്റെ ഉണ്ട്, നല്ല ആളുണ്ട് കേട്ടോ. പിടുത്തം വിട്ട ആളാണ്. എന്താ പറയുക, എല്ലാവരും ഫാമിലിയും എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ സാധനങ്ങളെല്ലാം ഇങ്ങനെ നോക്കി. നമ്മൾ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ഞാനും തക്കാളി എടുത്തു. മുന്തിരിക്ക് നല്ല മുന്തിരിയായിരുന്നു കേട്ടോ. പറയാൻ വയ്യ, റിയാൽ ഓഫർ ഇട്ടീന്. മുന്തിരി എടുത്ത്, പിന്നെ തക്കാളി എടുത്ത്, പിന്നെ ഒരു കന്തൂരി ചിക്കൻ വാങ്ങി. സൂപ്പറായിരുന്നു കേട്ടോ കഴിക്കാൻ. അത് വാങ്ങി. അപ്പം അങ്ങനെയെല്ലാം കുറച്ച് സാധനങ്ങൾ ഞങ്ങളും വാങ്ങി. പോയിട്ടൊന്നും വാങ്ങാതെ മോശമല്ലേ, അവരെ ഉദ്ഘാടനമല്ലേ. പിന്നെ സ്പ്രേ മറിയ ബോഡി ലോഷന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 9 റിയാലേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളിങ്ങനെ നോക്കുകയാണ്. ഈ ആൾക്കാരെ കൊണ്ട് ഒന്നും എടുക്കാനും വയ്യ. അങ്ങോട്ട് തട്ടല് ഇങ്ങോട്ട് തട്ടൽ, ഉത്സവത്തിന് പോയ പോലെ ഉണ്ടായിരുന്നു. പിന്നെ മേലെ ഞങ്ങൾ ലാസ്റ്റാണ് പോയി നോക്കി കേട്ടോ. മേലൊന്നും നമ്മൾ ഉദ്ഘാടനത്തിന് പോയിട്ട് കാര്യമില്ല. അതിനും നല്ല 2-3 ദിവസം കാണാനാണെങ്കിൽ നമുക്ക് സമാധാനത്തിൽ നോക്കിയെടുക്കണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പോകണം. അപ്പോൾ ഈ ഓഫറും ഉണ്ടാവില്ല. അപ്പം ഞങ്ങളെടുത്ത സാധനം അത്രയേ ഉള്ളൂ.
അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ വിശേഷങ്ങൾ. നല്ല ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫാമിലി അല്ല, എല്ലാവരും ഉണ്ടായിരുന്നു. ഫാമിലി എന്നല്ല, എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇങ്ങനെ ചുമ്മാ വീഡിയോ എടുക്കുക, നെസ്കോ തുറന്നെന്ന് എല്ലാവരും അറിഞ്ഞോട്ടെ, നമ്മുടെ നാട്ടിലുള്ളവരും അറിഞ്ഞോട്ടെ, വീട്ടിലും ഗൾഫേരും ദുബായും എല്ലാം അറിയട്ടെ എന്ന് വിചാരിച്ചെടുത്തതാ കേട്ടോ. ക്രീമിനൊന്നും വില കുറവില്ല കേട്ടോ, ഒന്നിനുമില്ല. എല്ലാം നമ്മളെ സാധാ വില തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക. പിന്നെ ഞങ്ങൾ കുറച്ച് എന്താ പറയുക, മേലക്കെല്ലാം പോയി നോക്കി. ഇനി മേലക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടൊന്ന് വെറുതെ വന്നോക്കാം എന്ന് പറഞ്ഞതാണ്. പക്ഷേ പിന്നെ എല്ലാവരും കയറിയപ്പോൾ നമുക്കൊരാഗ്രഹം, മേലെന്തുണ്ടേ. ഒരു നിലയിലേ കയറിയിട്ടില്ല, രണ്ടാമത്തെ നില കയറിയിട്ടില്ല കേട്ടോ. കംഫോർട്ടിന് 12 ഉറുപ്പ്യ കേട്ടോ. നമ്മളതും വാങ്ങിട്ടോ, അതില്ലാതെ പറ്റില്ലല്ലോ നമുക്ക് അലക്കുമ്പോൾ. പിന്നെ ഇതാ ഓയിലിന് 11 റിയാൽ, അല്ല ലെക്സിന് 11 റിയാൽ. പിന്നെ ഞങ്ങളിതാ ഇങ്ങനെ പോയി. എൻ്റെ പൊന്നു മക്കളെ, ഉദ്ഘാടനത്തിനൊന്നും പോകാതിരിക്കുക നല്ലത്. നമുക്കൊന്നും നോക്കിയെടുക്കാനൊന്നും പറ്റൂല കേട്ടോ ആളെ കൊണ്ട്. ഇവിടെ ആൾ കുറവാട്ടോ. അപ്പോൾ ചേച്ചി ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ വിശേഷങ്ങൾ ഇന്നലെ ഉണ്ടായത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മളെ കണ്ടു, അവർ പരിചയപ്പെട്ടു. കുറേ ആയി കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. എന്താ പറഞ്ഞാൽ ഞാൻ എപ്പോഴും ലൈവിൽ വരുമ്പോഴും ഭയങ്കര സ്നേഹത്തോടെ നമ്മളോട് ഇതാക്കുന്ന ഒരാളാണ്. പിന്നെ വെളിച്ചെണ്ണൊക്കെ ഒന്നും വില കുറവായില്ല കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ആണെന്ന് വിചാരിച്ചു, എല്ലായിടത്തുള്ള വില തന്നെ. പിന്നെ വിചാരിച്ചു എന്തിനാ വെളിച്ചെണ്ണ വാങ്ങുന്നതെന്ന്. വെളിച്ചെണ്ണ അതാ വമ്പ് വിലകളാ മുത്താളെ, എല്ലാത്തിനും വില തന്നെയാണ്. ഈ RKG എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ പച്ചക്കറിയിൽ എനിക്ക് തോന്നിയത് ഇത് തന്നെയുള്ളൂ കേട്ടോ. ക്യാരറ്റിന് വില കുറവാണ് കേട്ടോ. ക്യാരറ്റിന് 4 റിയാൽ ഉണ്ടായിട്ടുള്ളൂ. അതേപോലെ തക്കാളിക്ക് 1.75 ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ഇതിനെല്ലാം 16, 19, 22 എല്ലാ പച്ചക്കറിക്കും 16 സ്റ്റാർട്ടിങ് ചെയ്യുന്നത്, 16 റിയാൽ കേട്ടോ. പിന്നെ ഞങ്ങളതൊന്നും വാങ്ങിയിട്ടില്ല കുട്ടികളെ. ക്യാരറ്റ് എടുത്ത് വില കുറഞ്ഞുകൊണ്ട്. പിന്നെ ഒരു കേബേജ് എടുത്ത്, കേബേജിക്ക് 5 റിയാലാണ്. അപ്പോൾ ആ ഒരു കേബേജ് എടുത്തു. എന്നിട്ടിങ്ങനെ പോവുക. പിന്നെന്താ എടുത്തേ, ഒരു ചിക്കൻ എടുത്തിട്ടില്ല, മുട്ട എടുത്തു. അങ്ങനത്തെ എല്ലാ സാധനം എടുത്തിട്ടുള്ളൂ. അവർ പറയും, ഞാൻ പറയും നല്ല കളർഫുള്ളുണ്ട്, വേഗം എടുത്തോളി, ക്യാരറ്റ് ജ്യൂസ് അടിച്ച് കുടിച്ചോളി പറഞ്ഞു. അപ്പോൾ അവർ ചിരിക്കുക, അവർ നമ്മളെ പരിചയപ്പെടും. അപ്പോൾ നല്ല ക്യാരറ്റ് കേട്ടോ, നല്ല ക്യാരറ്റായിരുന്നു. പിന്നെ എന്താ പറയുക, ഓറഞ്ച് എടുത്തിട്ടോ, മറന്നുപോയി. ഓറഞ്ച് എടുത്ത് റിയാലായിരുന്നു. ഭയങ്കര ആളെ കൊണ്ടേ ചൂടാ, ഈ ആൾക്കാർ തിങ്ങി നിന്നിട്ട്. അങ്ങനെ ഒരു 3-4 ഓറഞ്ച് എടുത്തു. ചപ്പാത്തി എടുത്തു. തന്തൂരി ചിക്കൻ വാങ്ങി. ചിക്കൻ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഉള്ളൂ, വേറെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. പിന്നെ വത്തക്ക ഉണ്ട്, പക്ഷെ വലിയ പീസാണ്, അതിന് തന്നെ വരുന്നുണ്ട് നല്ലൊരു എമൗണ്ട്. അപ്പോൾ അവർ ഇതുണ്ടാ വത്തക്ക എല്ലാം ഭയങ്കര പൈസയാ, വലിയതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനം എടുത്തിട്ടുള്ളൂ. ഞാനും ചേച്ചി ഇതാ നടന്നിട്ട് അങ്ങനെ ചിക്കന് അല്ല ഫുഡിൻ്റെ ഇതിൽ പോയിട്ടോ, എന്തൊക്കെയുണ്ടെന്ന്.
ഇങ്ങനെ പോയി പിന്നെ ചിക്കനെല്ലാം നോക്കി കടികളെല്ലാം നോക്കി അങ്ങനെ പോയി പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ചിക്കൻ എടുത്ത് കന്തൂരി ചിക്കൻ ഇത് വാങ്ങിയിട്ടാ. ഇതിന് 15 റിയാലാണ് കേട്ടോ ഒന്നിന്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു പൈസ എടുക്കാമെന്ന്. അപ്പോൾ കന്തൂരി ചിക്കൻ കണ്ടപ്പോൾ ഒരു കളറെല്ലാം ഇട്ടിട്ടേ നമുക്ക് കളർഫുള്ളല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതെടുത്തു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും ഇപ്പോൾ അത് വാങ്ങുന്നുണ്ട് കേട്ടോ. കന്തൂരി നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരും വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞങ്ങളും വാങ്ങി കന്തൂരി മുത്തുമണിയാളെ ചക്കരയാളെ. അപ്പോൾ ഞങ്ങൾ അതും വാങ്ങി കേട്ടോ. ഒന്നെടുത്തു. പിന്നെ അവിടെ നിന്നൊരു പാക്കറ്റ് കുബൂസും വാങ്ങി. അപ്പോൾ രാത്രിക്കത്തെ ഫുഡായല്ലോ. കണ്ടില്ല. അപ്പം അതും പാക്ക് ചെയ്തു പോയി. അത് നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ എല്ലാവരും കുറേ ആൾ വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മജ്ബൂസ് ഉണ്ട്, മന്തി ഉണ്ട്, ചിക്കനുണ്ട്, എല്ലാ കറികളെല്ലാം ഉണ്ട്, കടികളുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ അതും വാങ്ങി ഞങ്ങൾ വേഗം വിട്ടു കേട്ടോ. വേറെ സൈഡ് നമ്മൾ മുട്ടയെല്ലാം എടുക്കാൻ പോയി. പിന്നെ ആ സൈഡിലേക്ക് ചില ആൾക്കാർ ചിക്കന് 9 റിയാൽ പറഞ്ഞപ്പോഴേ എല്ലാവരും 16, 18, 19 എല്ലാം ഉണ്ട്. അപ്പോൾ ചിക്കന് അവിടെ എനിക്ക് തോന്നുന്നു നന്നായിട്ട് പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ 10, 12, 9, 8, 7 ചിക്കനെല്ലാം എടുത്തീനി. പിന്നെ മുട്ട എല്ലാവരുടെ കയ്യിലും ഉണ്ട് കേട്ടോ. 9 റിയാലല്ലേ. അപ്പോൾ മുട്ട എല്ലാവരും എടുത്തീനി. ഞാനൊരു കറുത്ത മുന്തിരി എടുത്തിട്ടോ 500 ഗ്രാം, 1/2 കിലോന് 5 റിയാൽ. അപ്പോൾ അതൊരു പാക്കറ്റ് എടുത്ത് അത് ഓഫർ ഇട്ടീന്. അപ്പോൾ ഇങ്ങനെ നടക്കുക. നല്ല ആളുണ്ടായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കാണാൻ വന്നവരുണ്ട്. ഒരുപാട് ഒന്നും വാങ്ങാതെ എല്ലാത്തോലും ഉണ്ട്. ഞാൻ കറുത്ത മുന്തിരി ഞാൻ ഇതെല്ലാം നോക്കുകയാണ് ഏതാ ലാഭമെന്ന്. കറുത്ത മുന്തിരി എല്ലാവരും എടുക്കുന്നുണ്ട്. അത് ലാഭമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പം ഞാൻ എടുക്കുന്നുണ്ടപ്പോൾ ചങ്ങായി എടുത്തു. പാവം അയാൾ വിചാരിച്ചേ ഭയങ്കര പൈസയാണ്. അപ്പോൾ ഞാൻ എടുക്കുന്നുണ്ടപ്പോൾ അയാൾ എടുത്തു. നമ്മളങ്ങനെയാണല്ലോ, ഒരാൾ എടുക്കുന്ന കണ്ടാൽ നമ്മൾ നോക്കില്ല അതെന്താ അവർ എടുക്കുന്ന ഓഫറുണ്ടോയെന്ന്. കുറേ ആൾ വെറുതെ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ കറുത്ത മുന്തിരി ഞാൻ പറഞ്ഞില്ല. കറുത്ത മുന്തിരി നല്ല മുന്തിരിയായിരുന്നു കേട്ടോ. ഇതൊന്നും നാളെയെല്ലാം ഓഫറുണ്ട് കേട്ടോ. പോകുന്നോല് പോയിക്കോളൂ, സാധനം വാങ്ങിക്കോളൂ, എൻജോയ് ചെയ്തോളൂ. അപ്പം ഇങ്ങനെയല്ലേ ആണ് മുത്തേ നാസ്കോ വന്ന് നമ്മളെ ഖത്തറിൽ തേങ്ങ എടുത്ത്. അപ്പോൾ തേങ്ങക്ക് വില ഇല്ല ഈ മെയ്തിന്. അപ്പോൾ ഞാൻ പറയുന്നു അവരോട് തേങ്ങൻ്റെ വില നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ 3.5 റിയാൽ കേട്ടോ ഒന്നിന്. അപ്പോൾ മുന്തിരി സൂപ്പറായിട്ട് ഇങ്ങനെ കൊട്ടുമ്പോൾ നമുക്കൊരു കൊതി. അങ്ങനെ ഞാൻ മുന്തിരി എടുത്തു കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഇവരെ മിസ്റ്റേക്ക് എല്ലായിടത്തും കവറ് കഴിഞ്ഞേനു, കീസ കഴിഞ്ഞേനു. അപ്പോൾ കീസ കഴിയുമ്പോൾ ഒന്ന് സെറ്റാക്കി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇതിപ്പോൾ നമ്മൾ അപ്പുറത്തുനിന്ന് പോയിട്ടാണ് കീസ എടുത്ത് വന്നത്. അതൊന്നും ശ്രദ്ധക്കുറവുണ്ട്. എല്ലായിടത്തും കുറവാണ് കേട്ടോ. ഓല് അങ്ങനെ വെച്ച് പോകുന്നില്ല. അപ്പോൾ നമ്മൾ 2 കാക്കമാർ വന്നപ്പോൾ പറയും ഇത് പുളിയാണ്. അപ്പോൾ ഞാൻ ഓലോട് പറയാണ് നല്ല പാല് വരെ ഏലക്കായ എല്ലാം ഇട്ടിട്ട് അടിച്ചാൽ സൂപ്പറാണ്, എടുത്തോളി, എടുക്കാതൊക്കെ ഉണ്ടാകും. എല്ലാവരെ കൊണ്ടും സാധനങ്ങൾ എടുപ്പിക്കലാണ് എൻ്റെ ജോലി. എന്ത് ചെയ്യും മുത്താളെ. പിന്നെ അങ്ങനെ അവിടുന്ന് പോയിട്ടോ.
എൻ്റെ പൊന്നാള്. അപ്പം അങ്ങനെയല്ലാണ് സായിദാൻ്റെ വിശേഷങ്ങൾ. ചേച്ചി പാവം, ചേച്ചി നന്നായി ഇതാക്കിയിട്ടൊന്നുമില്ല. ജോലി സ്ഥലത്തുനിന്ന് കൂട്ടിയതാട്ടോ. ജോലി കഴിഞ്ഞപ്പോൾ നേരെ ചേച്ചിനെയും കൂട്ടിയിട്ട് വന്നതാട്ടാ. അപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി പറഞ്ഞു നല്ല ഡ്രസ്സൊന്നുമല്ല. ഞാൻ പറഞ്ഞു വലിയെന്ന്. നമ്മളിവിടെ ആരെ കാണിക്കാനാ മുത്തേ, നല്ല അടിപൊളി ഡ്രസ്സെല്ലാം ഇട്ടിട്ട്. ചേച്ചിനോട് പറഞ്ഞു ഇങ്ങോട്ട് വാ ചേച്ചി, അത് സാരമില്ല നമുക്ക് പോയിട്ട് വരികയെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിനെയും കൂട്ടി വന്ന്. ചേച്ചി ആ ജോലി ചെയ്യുന്ന ആ ക്ഷീണത്തിൽ കോലം കെട്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ മുട്ട എടുക്കാൻ പോയിട്ടോ. മുട്ട 9 റിയാൽ പറയുമ്പോൾ ആരും എടുക്കാത്ത എല്ലാവരും എടുത്തീന് കേട്ടോ. പിന്നെ മീനിൻ്റെ അടുത്ത് പോയി. മീനിനെല്ലാം വില തന്നെയാണ്. ഓഫറായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അത് പറയാനും ഇല്ല. അയക്കൂറക്ക് മാത്രം ഓഫറുള്ളൂ, ബാക്കിയെല്ലാം ഇതിനെ പിടുത്തം വിട്ട ഇതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ എല്ലാം സെറ്റായി ഇങ്ങനെ നടക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോൾ വട്ടാണോന്ന്, ഇവിടെ സാധനം എടുക്കാൻ വന്നാണോ, നെസ്കോൻ്റെ വീഡിയോ എടുക്കാൻ വന്നാണോ എന്ന് ഡൗട്ടുള്ളവർ നോക്കുന്നുണ്ട്. കല്ലില്ലേ. അപ്പോൾ ഇതാണ് മുത്തേ മുട്ട. ഈ മുട്ടക്കാണ് 9 റിയാൽ. 9 റിയാൽ കേട്ടോ. അപ്പോൾ ഇവനിങ്ങനെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അവൻ്റെ ഒരു പണി പാവം. അവനിങ്ങനെ കഴിയുന്നതനുസരിച്ച് ഇങ്ങനെ കൊണ്ടുപോയി വെക്കണം. ജനങ്ങളിങ്ങനെ മുട്ട എടുക്കൽ. അങ്ങനെ മുട്ടയും എടുത്ത് ഞങ്ങളും എടുത്ത്. ഇത് ഈ ഏരിയയിലെല്ലാം വെച്ച് പിടുത്തം വിട്ട പൈസയാണ് കേട്ടോ. 22, 28 എല്ലാം 26 എല്ലാം ഉണ്ട്. ഞാൻ ആദ്യ കാഴ്ചത്തെ മുട്ടക്കാണ് 9 റിയാലുള്ളൂ. ബാക്കിയെല്ലാം ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ മീനിന് പോയി. മീൻ വില എല്ലാം കുറവാണ്. മീന് വില എല്ലാം ഉണ്ട്. അയക്കൂറക്ക് വില കുറവാണെന്ന് ഞങ്ങൾ ആ ബുക്കിൽ നോക്കിയപ്പോൾ. അപ്പോൾ നമുക്ക് മീൻ വേണ്ടാത്തതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെന്താന്ന് ആ വീഡിയോ മാത്രം ഒന്ന് എടുക്കാൻ നിന്നതാട്ടോ. ആ വീഡിയോ റെക്കോർഡ് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങ് കാണിച്ചു തരണ്ടേ എന്തൊക്കെയാണ് നാസ്കോയിലുള്ളത് എന്ന്. അപ്പോൾ എന്താണ് തക്കാളി അത്ര കുറച്ച് പേർക്ക് ഫുഡിൻ്റെ ഐറ്റംസ് എല്ലാം ഓഫർ ഇടുന്നത് നല്ലതായിരുന്നു. എല്ലാവരും പാവങ്ങളും ഉണ്ട്, പൈസക്കാരും ഉണ്ട്. നെസ്കോക്കാർ അന്നൊരു ദിവസം കുറച്ച് ഓഫർ ഇടാമായിരുന്നു കൂടുതൽ സാധനത്തിനെന്ന് എനിക്ക് തോന്നിയതാണ്. ഇനി എൻ്റെ തോന്നിച്ചേണോ മറ്റുള്ളവർക്ക് തോന്നിയോന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഒന്നാമത് ഓപ്പണിംഗ് അല്ലേ. ഓപ്പണിംഗ് ആകുമ്പോൾ കുറച്ച് ഫുഡിൻ്റെ സാധനങ്ങളും പച്ചക്കറിക്കെല്ലാം കുറച്ച് ഓഫർ ഇടാമായിരുന്നു. ഓണം കൂടിയല്ലേ, അപ്പോൾ എല്ലാവർക്കും വാങ്ങാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയൂ. ഇതെല്ലാം ഫുഡ്. ആരും വാങ്ങൂല. എന്താന്ന് പറഞ്ഞാൽ വില കണ്ട ആരാ വാങ്ങുക? ഇപ്പോഴത്തെ ഖത്തറിലെ അവസ്ഥ പണിയില്ല, ഒന്നുമില്ല. നമ്മൾ ജീവിതം മുന്നോട്ട് പോകാൻ വയ്യാതെ നിൽക്കുന്ന സമയത്ത് ഇവർ നല്ല കളർഫുള്ളിൽ യൂണിഫോം എല്ലാം ഇട്ട് തൊപ്പിയെല്ലാം ഇട്ട് അടിപൊളി നിൽക്കണം. കണ്ടോ, മാനിറച്ചിയുണ്ട്, ഒട്ടകറിച്ചുണ്ട്, ബീഫുണ്ട്, മട്ടനുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. കീമ എല്ലാം ആക്കി വെച്ചിന്. മട്ടനും അതും ബീഫും എല്ലാം അതേപോലെ ചിക്കൻ്റെയിൽ പോയി. ചിക്കൻ്റെയിലും ഒരു ചിക്കന് വില ഉണ്ട് കേട്ടോ. വില കുറവുണ്ട്. 9 റിയാലുണ്ട് ഒരു ചിക്കൻ കേട്ടോ. ഇനി എത്ര ഗ്രാമാന്ന് എനിക്കറിയില്ല. വെരി സോറി, എനിക്ക് വാങ്ങാത്തതുകൊണ്ട് ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല. അപ്പം ഇതെല്ലാം ഞങ്ങളുടെ വിശേഷങ്ങൾ, ഞങ്ങൾ നാസ്കോ പോയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഒന്ന് സപ്പോർട്ടും എല്ലാം ചെയ്തോളി, എല്ലാവരും കണ്ടോളി. അപ്പോൾ ഇതെല്ലാം നമ്മളെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ നമ്മൾ മേലെ പോയിട്ട് എനിക്ക് എന്താണ് ഞങ്ങൾ മേലേക്ക് കയറണില്ല എന്ന് വിചാരിച്ചു. പിന്നെയും വിചാരിച്ചു ഒന്ന് പോയി നോക്കാമെന്ന്. അപ്പം ചേച്ചി ഓഫർ ഇങ്ങനെ നോക്കുക ബുക്കിൽ എന്താ ഉള്ളത് എന്ന്. ആകെ തക്കാളിക്കൊരു ഓഫർ ഉണ്ട്, മുട്ടക്കൊരു ഓഫറുണ്ട്, ചിക്കനൊരു ഓഫറുണ്ട്. സൺക്രീമിന് തന്നെ ബാക്കി എല്ലാത്തിനും. ക്രീമാക്കൊന്നും ഓഫറില്ല കേട്ടോ. ക്രീമാക്കെല്ലാം പിടുത്തം വിട്ട ഓഫർ. പിന്നെ മറിയത്തിന് ഓഫർ ഇട്ടീന്, ഒരു സ്പ്രേക്കും ഓഫർ ഇട്ടീന് കേട്ടോ. നല്ലതാണോന്നൊന്നും അറിയില്ല. നമ്മളൊരു മറിയം വാങ്ങി, ഞാനും ചേച്ചു. മറിയം ബോഡി ക്രീമാണ് വാങ്ങി കേട്ടോ, സ്പ്രേ അല്ല. അങ്ങനെ ഞങ്ങൾ മേലോട്ട് പോണ്. ഇപ്പം വീഡിയോ എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ. ലൈക്ക് അടിക്ക് മുത്തുമണികളെ. ഞങ്ങളെ ലൈക്ക് മാത്രം കുറയ്ക്കരുത്, സ്നേഹപൂർവ്വം ഞാൻ പറയുന്നു.
അപ്പം നമ്മൾ വിചാരിച്ച് ലിഫ്റ്റിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി നമ്മളിതാ മേലോട്ട് പോണു. അപ്പോൾ ഫാമിലികളെല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് ഒറ്റയടിക്ക് ലിഫ്റ്റ് കയറി. എല്ലാവർക്കും പോകാമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പിന്നെ വേഗം പോയി കേട്ടോ. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഒന്നും വാങ്ങാൻ പറ്റൂല, വാങ്ങാനൊട്ട് പൈസയില്ല. പിന്നെ കാണില്ലാതെ കാശില്ലാതെ നമ്മൾ കുറേ സമയം വേസ്റ്റാക്കിയിട്ട് കാര്യമില്ലല്ലോ. എല്ലാം ഒന്നില്ലേ വാങ്ങണം, വാങ്ങാനൊട്ട് കാശുമില്ല. അപ്പം നമ്മളെന്താക്കി, കുറച്ച് സാധനങ്ങളെല്ലാം ചെടാപടാന്ന് പറഞ്ഞ് നോക്കിയിട്ട് പോയി. എന്തൊക്കെയാണ് ഇവർ ഇറക്കി നമുക്കറിയണ്ടേ, വെറൈറ്റി വല്ലതും ഉണ്ടോയെന്ന്. വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ പോയി നോക്കിയതാണ്. അപ്പോൾ എല്ലാം ഒരേപോലെ എല്ലായിടത്തുള്ള വില തന്നെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പോകാൻ നിൽക്കുകയാണ് മക്കളെ. ചായ ഇന്നലെ ഞാൻ കപ്പിലതാ ചേച്ചി പാല് വാങ്ങി വെച്ചി. അപ്പോൾ എല്ലാവരും പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങളെ വീഡിയോ കാണാൻ മറക്കരുത് പ്ലീസ്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതെല്ലാമാണ് നാസ്കോൻ്റെ വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തോന്നിയതാണ്. ഓണമല്ലേ, അപ്പോൾ അവർക്ക് എന്ത് ഓണം വന്നീനെന്ന് പറഞ്ഞ പോലെ കുറച്ച് ഓഫർ പച്ചക്കറിക്കും കാര്യങ്ങളെല്ലാം ഇട്ടാൽ ഇന്നലെ ഒരുപാട് പച്ചക്കറിയെല്ലാം എല്ലാവരും വാങ്ങുമായിരുന്നു. ഓണമല്ലേ, അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് അഭിപ്രായം വല്ലതും ഉണ്ടോ എന്നെപ്പോലെയെന്ന് ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ. അപ്പോൾ എല്ലാവരോടും ഹാപ്പി ഓണം.